സ്റ്റാർട്ട്. ലൈറ്റ് ഇടൂ മോനെ. ഓ ലൈറ്റ് ഇടണോ? ഓക്കെ മോനെ. അപ്പൊ ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വെൽക്കം. അയ്യോ ഞാൻ മറന്നുപോയ വ്ളോഗ് എടുക്കുന്നു. കുറെ നാളായി 3 ആഴ്ച വ്ളോഗ് എടുത്തിട്ട്. അയ്യോ കുറച്ച് സ്റ്റോപ്പ് ചെയ്യണ്ട, പറഞ്ഞോളൂ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ ദിവസമായാലും വ്ളോഗ് എടുത്ത് ഞാനൊക്കെ മറന്നുപോയി. ഇന്ന് നമുക്ക് റെസിപ്പി ആണ് കേട്ടോ. പേരെന്താണ് റെസിപ്പിയുടെ? കൗടി. റെസിപ്പി പേര് കൗടി. കൗടി. കൗടി മീൻസ് നമ്മുടെ ഈ പാസ്ത ഉണ്ടല്ലോ, ഷോപ്പിലെ കടകളിലെ നമുക്ക് റെഡിമെയ്ഡ് പാസ്ത കിട്ടൂലേ, അങ്ങനത്തെ പരിപാടി. പക്ഷെ നമുക്ക് സ്വന്തം വീട്ടിൽ ഉണ്ടാക്കാം. അത് നമുക്ക് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് പൊടി, ഇതേ ഗോതമ്പ് പൊടിയും ഇங்கே ഉണ്ട്. നമുക്ക് ഇത് വീട്ടിൽ സ്വന്തം പൊടിപ്പിച്ച് ഗോതമ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിക്ക് ഇന്ന് കൗടി ഉണ്ടാക്കാം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ പാസ്ത, നമ്മുടെ ലാംഗ്വേജിൽ പറയുമ്പോൾ കൗടി. അപ്പോൾ ഹാൻഡ് മെയ്ഡ് കൗടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്ന് കാണിച്ചു തരാം. ലാസ്റ്റ് ടൈം തുപ്പ ഉണ്ടാക്കിയല്ലോ, ഞാൻ ഗോതമ്പ് തുപ്പ ഉണ്ടാക്കി, പിന്നെ ലിബിർ ഉണ്ടാക്കി, അങ്ങനത്തെ പരിപാടിയാണ് സെയിം. അപ്പോൾ ഇന്ന് കുറേ നാളായി നമ്മുടെ നാട്ടിൽ ഫുഡ് കഴിക്കാലോ. ശരിക്കും മെരീന ഇങ്ങനത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. पसंद है ना तुमको ऐसा कौड़ी लिबिर തുപ്പ ആട്ട का തുപ്പ ऐसा ഇങ്ങനത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ എൻ്റെ ചേച്ചി അങ്ങനെ കുറേ ഉണ്ടാക്കി കൊടുക്കും. മൊമോ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിൽ നാച്ചുറൽ ഫുഡ് ആണല്ലോ. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ലേ. അപ്പോൾ അത് കാരണം എന്താണ് ചിരിക്കണേ? അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കി കാണിക്കാം. ലെറ്റ് സ്റ്റാർട്ട് ദ പരിപാടി. ഇത് ഫസ്റ്റ് ഈ ചിക്കനെയൊക്കെ കൈകി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കന്, പിന്നെ ക്യാരറ്റ്, ഒരു ക്യാരറ്റ്, പിന്നെ ഇത് ഗ്രീൻ പീസ് അല്ലേ, പീസ് ഇത് എത്ര 20 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് പച്ച കളർ ഉണ്ടല്ലോ, അത് ഉണ്ട്. പിന്നെ സവല, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. പച്ച കളറുണ്ട്, വേറെ എന്തുണ്ടാവണേ? ഇല്ല, നമുക്ക് പച്ച ഇങ്ങനെ ഷെൽ കിറ്റ് ഉണ്ടല്ലോ, കവർ കിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളിലുണ്ട്. അത് ഫ്രഷ് ആണ്. ഈ ഫ്രീസറിൽ വെച്ച അങ്ങനെ ഇല്ല. ഞാൻ ഇത് സൂപ്പർ മാർക്കറ്റിൽ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഗോതമ്പ് കിറ്റ് ഡോ ഉണ്ടാക്കാം. ഓക്കെ, കുറെ വർത്തനമാവുമ്പോ പിന്നെ കുറെ നീക്കി പോവും. അപ്പൊ ലെറ്റ്സ് മേക്ക് ദ ഡോ. നമ്മുടെ വീട്ടിലെ ഉണ്ടാക്കുമ്പോ എന്തോ നല്ല രസമാണ് കേട്ടോ. കൊത്തി പോണോ ഭയായി? അല്ല, മെരീനക്ക് സത്യം പറഞ്ഞാ ഡോണ്ട് വാണ്ട് ടു ഗോ ഹോം. മെരീനക്ക് ഇങ്ങ ഇഷ്ടമാണ്. പിന്നെ എനക്കും ഇഷ്ടമുണ്ടോ, അവൾ ഇങ്ങ ഇരിക്കണം. പക്ഷെ അവൾക്കും പഠിക്കണം, ജോലിയൊക്കെ ചെയ്യണം. അതെന്താണ് ഇല്ലേ, ഞാൻ മെരീനക്ക് ഇങ്ങനെ താമസിച്ചല്ലേ. അവൾക്ക് ഈ സോഷ്യൽ മീഡിയയിലെ ആയി കഴിഞ്ഞാൽ അവൾക്ക് സ്വന്തം ഈ കൊളാബറേഷന് പ്രൊമോഷന് ചെയ്ത് കാശം ഉണ്ടാക്കാം. പക്ഷേ വർക്കും ചെയ്യണ്ടേ. അപ്പൊ ഗോതമ്പ്, കുറച്ച് ഗോതമ്പ്, പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് ഡോ ഉണ്ടാക്കാം കേട്ടോ. കുറെ നാളായി, എല്ലാരും മിസ് ചെയ്യുന്നുണ്ടോ? എനക്ക് സൈക്കിട്ടിട്ട് വ്ളോഗ് വന്നില്ലല്ലോ അറിയത്. അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ടാവും ഈ സ്റ്റിക്കർ എന്താ. ഈ ശരിക്കും പിമ്പിൾസ്, നമുക്ക് പീരിയഡ്സ്ക്ക് മുമ്പ് കൊറേ പിമ്പിൾസ് വരും മുഖത്തില്. അപ്പൊ ഈ കൊച്ച ഇടും. അപ്പൊ ഞാനൊക്കെ വേണ്ടി ഒപ്പുകിട്ട ഓൺലൈനിൽ അപ്പൊ നമുക്ക് ഇങ്ങനെ അപ്പുകിട്ട ഹാർട്ട് 1 2 3 ഹാർട്ട് വഴക്കം ഉണ്ടാക്കിട്ട് കൂടുതലോ സ്നേഹം കൂടിയിട്ട് ഹാർട്ട് ഒക്കെ ഇങ്ങനെ ആണ്. ഡോ എത്ര മതി? ചപ്പാത്തി പോലെയാണോ? ചപ്പാത്തിക്ക് സെയിം ചപ്പാത്തിക്ക് ഡോ ഉണ്ടല്ലോ, അതും ഉണ്ടാക്കണം. അപ്പൊ ഇത് നമുക്ക് 10 മിനിറ്റ് വെക്കാം. അതിക്ക് മുമ്പ് നമുക്ക് കറി ഉണ്ടാക്കാം. ചിക്കൻ ചെയ്യാൻ പറ്റുമോ? എന്താ നോയമ്പ്? ഫാസ്റ്റിംഗ് ചെയ്യാം. പക്ഷെ ഈ നോൺ വെജ് ഇടണ്ട, വെജിറ്റബിൾസ് മാത്രം ഇട്ടാൽ മതി. അത് നോൺ വെജ് ആണോ? ഇന്ന് നോൺ വെജ്, ഇന്ന് ചിക്കൻ. അപ്പൊ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഇത് നമുക്ക് 10 മിനിറ്റ് വേണ്ടി ഇങ്ങ വെക്കാം. ഫസ്റ്റ് ചിക്കൻ കറി ഉണ്ടാക്കാം. കൈ കെട്ടിട്ടോ നിക്ക്. ഈ ഞാൻ ഉപയോഗിക്കുന്ന ഇത് റിഫൈൻഡ് ഓയിൽ. അവള് കോക്കനട്ട് ഓയിൽ കഴിക്കൂല, അത് കാരണം ഞാൻ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നേ. ശരിക്കും മസ്റ്റർഡ് ഓയിൽ ഉണ്ടാക്കണം. കോക്കനട്ട് പസന്ത് नहीं है, इसका पहले पसंद नहीं है, अभी पसंद है. अभी कोकोनट पसंद है, अभी करी बेपला पसंद है.
മുമ്പ് ആ സ്മെല്ല് ഇഷ്ടമല്ലല്ലോ. ഇപ്പൊ എനക്ക് വീട്ടില് വേപ്പില തീരുന്ന അപ്പൊ തന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോകും. എല്ലാവർക്കും വീട്ടിൽ പോയി മേടിക്കും, അങ്ങനെയാണ്. അപ്പൊ ഇത് നന്നായിട്ട് ചൂടാക്കാം. ചൂടാക്കി ശേഷം നിക്കേ ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമുക്കിത് ഒരു സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ബാക്കിൽ പൊക്കോ. സവാള, ഒരു സവാള. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ, ഇതും ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ മസാല അങ്ങനെ ഒന്നും ഇടില്ല, പ്ലെയിൻ. എന്താ പ്ലെയിനാ? പ്ലെയിൻ പ്ലെയിൻ പ്ലെയിനോ പ്ലെയിൻ, മസാല ഇല്ലാത്ത പ്ലെയിൻ. പിന്നെ ഇനി അടുത്ത നമുക്ക് ഇത് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം തക്കാളി നന്നായിട്ട് വേവിച്ച് കൊടുക്കാം. നല്ല മണം, ഇഞ്ചി വെളുത്തുള്ളി സവാള അടിപൊളി. എനിക്ക് എപ്പോഴും ചോറ് ഇഷ്ടമില്ല. ചില സമയം ചോറ്, ചില സമയം ഇങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി കഴിക്കുന്ന ഇഷ്ടമാണ്. കൂടുതൽ എന്താ കഴിക്കും? നൂഡിൽസ് കഴിക്കും, മാഗി. കൊല്ലൂല. അത് നിന്റെ നാട്ടിലെ ആൾക്കാർ എപ്പോഴും മാഗി കഴിക്കുന്നുണ്ടല്ലോ, പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ ഈ കൊറിയൻ ആൾക്കാർ, ജാപ്പനീസ് ആൾക്കാർ, എല്ലാവരും ചൈനീസ് ആൾക്കാർ ശരിക്കും ഫുഡ് നൂഡിൽസ് ആണ്. അവ കഴിക്കും, പ്രശ്നമൊന്നുമില്ലേ? ഫുഡ് ശരിക്കും ഫുഡ് നമ്മുടെ ഈ ഇത് അങ്ങനെ ഐറ്റംസ് ആണ്. അപ്പൊ അടുത്ത നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇടാം. ക്യാരറ്റ്, ഒരു ക്യാരറ്റ്, ഗ്രീൻ ബീൻസ്, പീസ്, വെജിറ്റബിൾസ് നമുക്ക് എന്താ ഇഷ്ടമാണ് അതൊക്കെ ഇടാം കേട്ടോ. ശരിക്കും ഇതില് റാഡിഷ് ഇടുന്ന നല്ല റാഡിഷ് ഈ ക്യാരറ്റ് മാതിരി വേറെ ഉണ്ടല്ലോ, മുളി മുളി. ഒരു ഞാൻ മഞ്ഞ കളർ കറി ഉണ്ടാക്കൂലേ, ചീസ് കേ, അതിലിടൂലേ ഒരു റാഡിഷ്. ക്യാരറ്റ് മാതിരി സെയിം, പക്ഷെ അത് എരിവുണ്ടാവും, ഇതും ക്യാരറ്റ് മധുരമല്ലേ. അടുത്ത നമുക്ക് ചിക്കന് ഇട്ടി കൊടുക്കാം. ചിക്കന് കുറച്ച് കൂടുതൽ ഇടുന്നു, അപ്പൊ നല്ല ടേസ്റ്റ്. ഇത് ചിക്കൻ ഇടുമ്പോ മാംസം പിന്നെ എല്ല് ഒക്കെ ഇടണം, ഇല്ലെന്ന നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ ഒഴിവാക്കി ബാക്കി ഇട്ടാൽ മതി. വെജ് ഉണ്ടെന്നാ വെജിറ്റബിൾസ് മാത്രം ഇട്ടാൽ മതി. ഈ ബ്രോക്കോലി, ഇങ്ങനത്തെ ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് ഒക്കെ ഇടാം. കുറച്ച് ഉപ്പ് ഇട്ടി കൊടുക്കട്ടെ. ഉപ്പ് കുറച്ച്, മഞ്ഞൾപ്പൊടി. ഇത് എന്താ പറയാ? മഞ്ഞൾപ്പൊടി. മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി വരോ? മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയോ? മഞ്ഞൾപ്പൊടി. മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ടോ, കാരണം ഇത് സൂപ്പ് ഐറ്റം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് കാരണം കുറച്ച് മഞ്ഞ കൂടുതൽ വേണം. അത് ചില്ലി പൗഡർ ഇത്, പിന്നെ ചെറുതായിട്ട് ചില്ലി പൗഡർ. ചില്ലി പൗഡർ കൂടുതൽ ഇടൂല, കുറച്ചു, കാരണം കൊച്ചും കഴിക്കൂലേ. ചില്ലി പൗഡർ കളർക്ക് വേണ്ടി മാത്രമാണ്. അത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് വെള്ളം ഇപ്പൊ ഒഴിക്കണ്ട, ഇപ്പൊ ഇങ്ങനെ സ്റ്റീം ചെയ്യാം. കുറച്ചു മീഡിയം ഇത് ചെയ്തിട്ട് കുക്ക് ആവണം. കുക്കായി കഴിഞ്ഞ ശേഷം പിന്നെ നന്നായിട്ട് തളിച്ച് വെള്ളം ഇറ്റി കൊടുക്കാം. ഇത് കുക്കാവട്ടെ. ഇത് 10 മിനിറ്റ് കുക്കാവട്ടെ. അടുത്ത നമുക്ക് ചമ്മന്തിക്ക് വേണ്ടി ഈ തക്കാളി പിന്നെ
ഞാൻ എൻ്റെ നാട്ടുക മുളക് കാണിച്ചു കൊടുക്കട്ടെ. എന്റെ നാട്ടിൽ മുളക് കിട്ടില്ല, വേറെ മുളക് ഇടും. കോമ്പിലടിക്കണ്ട ഇല്ല. നാട്ടുക മുളക് ഇല്ലെന്നാ നമുക്ക് ഈ ഉണക്കമുളക് ഉണ്ടല്ലോ, ചുവപ്പ് ഉണക്കമുളക്, അത് തക്കാളിക്കിട്ട് വേവിച്ചാൽ മതി. വേവിക്കണം. പിന്നെ വെളുത്തുള്ളി 3-4 കഷ്ണം ഇടണം. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യണം. ഉപ്പ് ഇടണം. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇത് ചിക്കനും കുറച്ച് കഴിഞ്ഞിട്ട് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇത് തക്കാളിയും റെഡി ആവുന്നുണ്ട്. അടുത്ത നമുക്ക് ഇത് ഉണ്ടാക്കാം, കൗടി ഉണ്ടാക്കാം. कैसा है? तुम हैंड वॉश किया? हाँ, आप कौड़ी बनाओ. कौड़ी पाक्नु त पर्यो. यत्रो हैन. हुन्छ इस्ताले छैन हैन. इस्ताले छैन भने ठुलो बनाउनु न अन्त. यत्रो त मुखमै आउँछ. എന്നിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ റൗണ്ട് ചെയ്യണം. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഫിംഗർ ഉണ്ടല്ലേ, ഇങ്ങനെ മീഡിയൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് ബാക്കോട്ട് വലിക്കണം. സ്മോൾ ഇങ്ങനെ റൗണ്ട് ആക്കാം. ഇങ്ങനെ പ്രസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ തിരിയാം. അപ്പൊ ഇങ്ങനെ ആവും. മിഡിൽ പാർട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് ഇരിക്കില്ലേ. അവിടെ ചിക്കന് റെഡി ആയിട്ടുണ്ടോ? ഇത് വേഗം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കട്ടെ. ഇത് നല്ല ചൂട് തിളച്ച വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇതേ. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവുണ്ടാവും, ഉപ്പ് ഇടണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചട്ടെ. എന്തൊരു കഷ്ടമാണ്. നീ സഹായിച്ചില്ലല്ലോ. ഇത് മാതിരിയാണല്ലോ ഷെൽ. എനിക്ക് ലാസ്റ്റ് നീ ഉണ്ടാക്കില്ല മറ്റേ കയ്യിൽ, അതിന്റെ പേരെന്നാ? അത് ലിബിർ. അത് അടിപൊളിയാണ്. സൂപ്പ് റെഡി ആയിട്ടുണ്ടോ? അടുത്ത നമുക്ക് ലിബിർ. ഇത് മൈദാകം ഉണ്ടാക്കാം. മൈദ പക്ഷെ മൈദാക്ക് ഗ്യാസ് വരില്ലേ. അപ്പൊ ഗോതമ്പ് ഇത് അത്തനിഹോ ഇങ്ങനെ അറിയാൻ പള്ളി സാധനം ചൂടാന്ന്. പിന്നെ കൈ കൊണ്ട് വേവിക്കണം. ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ക്ലീൻ ചെയ്യണേ. അപ്പൊ കൈ കൊള്ളും. ഇട്ടി കൊടുക്കണം. ഇതുണ്ട് അവിടെ. അതേ ഇടണം. നോക്കൂ, ഇത് ഉണ്ടാക്കുമ്പോ ഈ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ കുറച്ച് ഇടണം, ഇല്ലെന്നാ ഒട്ടിയിടിക്കും. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. പെറ്റുന്ന വേഗം. ഞങ്ങളുടെ നാട്ടിലെ പോലെ ദോശ, ഇഡ്ഡലി, പുട്ടു, ഇടിയപ്പം. നിങ്ങളെ അവിടെ എന്തോ നൂഡിൽസ് മോമോ ഇല്ലോ അല്ല പൊറോട്ട. നമ്മുടെ നാട്ടിലും കൊറേ വെറൈറ്റി ഉണ്ടോ കാണിക്ക്. അത് ഞാനൊക്കെ ഉണ്ടാക്കുന്ന അറിയില്ലല്ലോ. അറിയാലോ. പിന്നെ ഇത് എന്താ പറയാ, എല്ലാവർക്കും നാട്ടിൽ കൊറേ ഫുഡ് ആയി കഴിഞ്ഞ പിന്നെ അതെന്താ എന്റെ നാട്ടില് ഈ ദോശ അപ്പൊ അതേ ഉണ്ടാക്കി തരുമ്പോ തിന്നുന്നില്ലല്ലോ. നന്നായിട്ട് തളിച്ചട്ടെ. അടുത്ത ചമ്മന്തി ഉണ്ടാക്കാം. തക്കാളി റെഡി ആയിട്ടുണ്ടോ? പിന്നെ വെളുത്തുള്ളി 2 എണ്ണം. ഹൗ മെനി ചില്ലീസ്? 9 ചില്ലീസ്. 9 ചില്ലീസ് ഉണ്ടോ? ഓ 9 ചില്ലി ഇട്ടിട്ടുണ്ട്. അടുത്ത വെളുത്തുള്ളി, പിന്നെ തക്കാളി, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്യ കൊടുക്കാം. ഇതിൽ നമുക്ക് ഇതും ഇടാട്ടോ. നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടിയും കുറച്ച് ചൂടാക്കിയിട്ട് ഇങ്ങനെ ചമ്മന്തി നല്ല ടേസ്റ്റ്. സ്കിന്ന് കളയാനും കുഴപ്പമില്ല. ഈ പെണ്ണൊക്കെ സ്കിന്ന് കളയാന് പറയുന്നു. സ്ലോ ആണ്. ഇവിടെ വന്നിട്ട് കുറച്ച് സ്പീഡായി. ഞാൻ ഒച്ച ഇട്ടിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കൗടി ഇത് നോക്കും. തിക്ക് വേണം കേട്ടോ. വെള്ളം മാതിരി വേണ്ട, കുറച്ച് തിക്ക് വേണം. ഓൾറെഡി ആ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ഇതില്, അത് കൂടെ ഇടുമ്പോ കുറച്ച് തിക്കാവും. ഇത് ഉപ്പ് ഒക്കെ റെഡിയായി. ഉപ്പ് ഒക്കെ സെറ്റ് ഉണ്ടോ? കുറച്ച് പച്ചക്കറി, കുറച്ച് വെജിറ്റബിൾസ് കുറവായി. ഞാൻ വിചാരിച്ചത്
എത്രയൊക്കെ കൂടുതലാവും വിചാരിച്ചില്ലേ പക്ഷെ വെന്തുമ്പോൾ കുറേ ആയിപ്പോയി ഇത് കണ്ടോ. അപ്പം ലാസ്റ്റിൽ മല്ലിയില ഇടാട്ടോ, ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. മലയാള മസ്റ്റ് വേണം കേട്ടോ. മലയാളം ഇടുമ്പോൾ ആ മലയാളക്ക് അറോമ കിട്ടൂലേ, നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പം നമുക്ക് ചൂട് ഇത് സർവ് ചെയ്ത് കഴിക്കാം. അപ്പൊക്കെ വേണോ? ഇച്ചിരി കഴിച്ചാൽ നല്ലത്. അപ്പം നമുക്ക് ചൂട് എടുത്ത് ചമ്മന്തി റെഡിയായി. ചമ്മന്തി റെഡിയായി. അടുത്ത നമ്മുടെ ഇതുണ്ട്, ക്യൂക്കമ്പർ ഉണ്ടല്ലോ. ക്യൂക്കമ്പർ ഇങ്ങനെ സ്ലൈസ്, ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ മേലെ ഇട്ട് കഴിക്കണം. അപ്പോൾ ഇത് നമുക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇത് ക്യൂക്കമ്പർ ഉണ്ട്. അതിൽ കുറച്ച് നമ്മുടെ ഈ ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ, റെഡിമെയ്ഡ് ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ ഇത് നമ്മുടെ ചമ്മന്തി. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. കമ്മായി അപ്പ കഴിച്ചോ. അപ്പൊ കഴിച്ചു നോക്കൂ. അപ്പൊ ഞാൻ ചോദിക്കുട്ടൻ നാട്ടിലെ കൗടി നോക്കട്ടെ. ആ ഇത് കൗടി, മറ്റേ കൗടി നിർത്തനാണോ പിന്നെ ജാതകം നോക്കണ കറണ്ട്? അതിന്റെ ഷേപ്പ് ഉണ്ട്. എന്താ ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് എന്റെ നല്ല അങ്ങനെ ഇല്ലല്ലോ. അത് കാരണം എനിക്ക് ഇഷ്ടമില്ല ഉണ്ടാക്കണം. അങ്ങനെ പറയണ്ട. നല്ലൊരു ഇതുണ്ട്. നമുക്കൊരു ഈവനിങ് ഒരു എന്താ പറയാ, ഇത് ശരിക്കും ഇപ്പൊ കഴിക്കുന്ന ആരെയോ മഴ സീസൺ ഉണ്ടല്ലോ, അതല്ല പനിയൊക്കെ പിടിക്കൂലേ, അപ്പൊ ഇത് കഴിക്കാൻ നല്ല സൂപ്പ് മാതിരി. പിന്നെ നമുക്ക് മഴ സമയത്ത് ഇങ്ങനത്തെ ചൂട് ഉണ്ടാക്കി കഴിക്കും. അടിപൊളി, നമുക്ക് ശരീരത്തില് ചൂട് കിട്ടും. കഴിച്ചോ നല്ല. ആൾക്കാർക്ക് അഭിപ്രായം പറ. നല്ല ആൾക്കാര് സംഭവം നല്ലതാണ്. നമുക്കിപ്പോ ഈ കഞ്ഞിക്ക് പകരമൊക്കെ ചെയ്യാം. നമുക്ക് പനി വരുമ്പോ. പിന്നെ കഞ്ഞിക്ക് പകരം അവിടെ അങ്ങനത്തെ ടൈപ്പാണ് ഇവിടെ ആൾക്കാർ. അങ്ങനെയാണ് ഒരു സ്പൈസി ടൈപ്പ്. ഹോസ്പിറ്റലിൽ വന്ന് കയറൂല ആൾക്കാര്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി നല്ലതായിരിക്കും. ഒരു ഷാറ മനസ്സിലായോ? വെജിറ്റബിൾ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഗോതമ്പുണ്ട്, എല്ലാവരും മിക്സാണല്ലേ. അപ്പൊ എല്ലാരും മസ്റ്റ് ട്രൈ ചെയ്യണം അല്ലേ? ട്രൈ ചെയ്യണോ വേണ്ട? ട്രൈ ചെയ്യണം. നല്ല ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. അങ്ങനെ ബുദ്ധിമുട്ടില്ല. അതും ഉണ്ടാക്കുന്ന ഇച്ചിരി സമയം എടുക്കും, അത്രയാണ്. എൻസി ഇല്ല കേട്ടോ, എൻസിക്ക് ഇഷ്ടമാണ്. എൻസി ഇല്ല, എൻസി പഠിക്കുന്നു പോകുന്നുണ്ടല്ലോ. ഉണ്ടോ? വൈകുന്നേരം വന്നിട്ട് കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റ്. നമുക്ക് രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടോ. ഹെൽത്തിന് വേണ്ടിയും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വളരെ മെരീന ബൈ. വന്നു ബൈ.